മതത്തെ കീഴ്പ്പെടുത്തിയ ഒരു ആത്മബോധത്തോടു കൂടി ഒരു ജനത ഇറങ്ങിത്തിരിച്ചാൽ ആ ജനതയെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കൊന്നുകൂട്ടാൻ കഴിഞ്ഞേക്കും, പക്ഷെ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു പാഠമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അമേരിക്കക്ക് ഈ പാഠം പഠിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇപ്പം ഇറാൻ എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഇസ്ലാമികമായ ആദർശത്താൽ പ്രചോദിതമാകുന്ന, മരണം കൊണ്ടുപോലും നമ്മൾ സാമ്രാജ്യത്തെ പ്രതിരോധിക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസ ആദർശ ലോകം അവർക്കുണ്ട്. നെതന്യാഹു എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ വംശീയ ഭീകരനാണ്. ആ വംശീയ ഭീകരനെ കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് ഇറാനിലത് മതമൗലികവാദികളുടെ ഗവൺമെൻറ്റാണ്, ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണം, അവർ മതഭ്രാന്തന്മാരാണ്, അവരുടെ കയ്യിൽ ആണവായുധങ്ങളെ കൊണ്ട് ആ ലോകം തന്നെ നശിച്ചു പോകുമെന്ന് പറയുന്നത് ആരെ വെച്ചിട്ടാണ്? ഈ നെതന്യാഹുവിനെ പോലുള്ള വംശീയ ഭീകരന്മാരെ കൂടെ നിർത്തിയിട്ടാണ്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യം വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ ജനാധിപത്യത്തിന് വേണ്ടിയല്ല അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത് എന്ന വസ്തുത, എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളുക എന്നതാണ്. ഇവിടെ മതപൗരോഹിത്യ ഭരണകൂടമാണ്. ആ ഭരണകൂടത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഖൊമേനിയെ അവസാനിപ്പിക്കാൻ വേണ്ടി, അയാൾ ഡിക്റ്റേറ്ററാണ്, അയാൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇസ്രയേൽ ഇടപെടും. ഇസ്രയേൽ എന്താണ്? അത് ഭരണഘടനാപരമായി തന്നെ എന്താണ്? അത് യഹോവയെ ദേശീയ ദൈവമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ജൂയിഷ് സ്റ്റേറ്റാണത്. അത് യഹൂദരുടെ രാഷ്ട്രമാണത്, മതാധിഷ്ഠിത രാഷ്ട്രമാണ്. ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ ഒന്നും അംഗീകരിക്കാത്ത ഒരു ജൂതരാഷ്ട്രമാണിത് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മതരാഷ്ട്രം മറ്റൊരു മതരാഷ്ട്രം വേണ്ടെന്നും പറഞ്ഞ് യുദ്ധം ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യം. ഇങ്ങനെ ലോക പോലീസാവാൻ അമേരിക്കക്ക് എന്താ അവകാശം? ഈ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധതയുണ്ട്, ഇറാനിൽ സ്ത്രീ വിരുദ്ധതയുണ്ട്, അവിടെ ഫ്യൂഡൽ പൗരോഹിത്യ ആശയങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, വിമർശിക്കാം. അവിടെ അതിനുവേണ്ടി ഉയർന്നു വരുന്ന പ്രസ്ഥാനത്തോട് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. പക്ഷെ മറ്റൊരു രാജ്യത്തിൻ്റെ ആയുധബലം ഉപയോഗിച്ച് അവിടെ ജനാധിപത്യമില്ല എന്ന് പറഞ്ഞ് ഇടപെടുന്നതിനോട് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാർക്ക്, ജനാധിപത്യവാദികൾക്ക് യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ക്രിസംഖികളും RSSകാരും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മളൊക്കെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റുകൾ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. അവരെന്താണ്? അവിടെ ഭയങ്കര സ്ത്രീ വിരുദ്ധതയാണ്, കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്തു, സഖാവതൊന്നും അറിയില്ലേ, 30,000 കമ്മ്യൂണിസ്റ്റുകാരെ ഈ ഖൊമേനി തന്നെ കൊന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ, വലിയ രീതിയിൽ എന്താണ് ഈ അമേരിക്കൻ ഇടപെടലിനെ, ഇസ്രായേൽ ഇടപെടലിനെ, ഖൊമേനിയുടെ വധത്തെ അവരെന്താണ് വലിയ രീതിയിൽ ന്യായീകരിക്കുകയാണ്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നമ്മളെന്താണ് ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടമായിരിക്കുന്ന നരേന്ദ്രമോദി എതിർക്കുകയാണ്. എന്നാൽ ഈ രാജ്യത്തിന് പുറത്തുള്ളൊരു ശക്തി, അമേരിക്കയോ ഇസ്രായേലോ വന്ന് ഈ രാജ്യത്തെ സർക്കാരിനെതിരായിട്ട്, ഈ സർക്കാർ ഭയങ്കര ഫാസ്റ്റ് സർക്കാരിനെതിരെ മാറ്റാൻ വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ബോംബിട്ടാൽ നമ്മളത് അംഗീകരിക്കും. ലോകത്ത് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതും മനുഷ്യരാശിക്ക് അങ്ങേയറ്റം നാശം വിതക്കുന്നതും മരണം വിതക്കുന്നതും അമേരിക്കയാണ്. എന്നിട്ട് ഇങ്ങനെ കൊന്നു തിന്നുന്നവർ തന്നെ എന്താണ് ഭയങ്കര ശാന്തി പ്രസംഗവും സമാധാന പ്രസംഗവും ആണവമുക്ത ലോകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്താണ്? ക്രൂരമായ ഫലിതമാണ്. ഈ കാലഘട്ടത്തിലെ വളരെ ക്രൂരമായ ഫലിതമായിട്ട് തന്നെ നമ്മൾ കാണണം. കഴിഞ്ഞ ദിവസം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷവും അഭിമാനമൊക്കെ ഉള്ളൊരു നിമിഷമായിരുന്നു. കാരണം വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോയൊരു ജനതയെ വീണ്ടെടുത്ത് അവരെ പുനരധിവസിപ്പിച്ച് പുതിയ പാർപ്പിടത്തിലേക്ക് മാറ്റുന്നൊരു സ്വപ്നതുല്യമായൊരു പദ്ധതി ഇന്നലെ നമുക്ക് നടക്കുകയുണ്ടായി. ആ വേദിയിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനകളും നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനം ഒന്ന്, ഇസ്രായേലിനെതിരെ രൂക്ഷമായ വിമർശനം. ഇസ്രായേലിനെതിരെ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടുകളൊക്കെ തന്നെ നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് അറിയാം. പക്ഷേ കണ്ണീരിൽ നിന്നൊരു ജനത പുഞ്ചിരിയിലേക്ക് വരുന്ന ആ ഒരു വേദിയിൽ ഇത്രത്തോളം ശക്തമായൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ്, ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിക്കുന്ന പോലുള്ള അത്രത്തോളം ശക്തമായൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു വേദിയിൽ ആവശ്യമുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ സന്ദർഭം ഏതൊരു മനുഷ്യസ്നേഹിയും, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ കൊണ്ടും അത്രയും ശക്തമായ ഒരു പ്രതികരണം ആവശ്യപ്പെടുന്നതാണ്. കൽപ്പറ്റയിൽ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രകൃതി ദുരന്തത്തിൽ ഒഴുകിപ്പോയ, എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ വളരെ ശാസ്ത്രീയമായ ആധുനികമായ ഒരു പുനരധിവാസ പദ്ധതിയാണ്. പ്രകൃതി ദുരന്തങ്ങൾ എന്ന പോലെ തന്നെ യുദ്ധങ്ങളും സാമ്രാജ്യത്തിൻ്റെ സൃഷ്ടിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാലാവസ്ഥാ വ്യതിയാനവും അതുമൂലമുണ്ടാകുന്ന മേഘസ്ഫോടനങ്ങളും പേമാരിയും അതൊക്കെയാണ് മുണ്ടക്കൈ ചൂരന്മല സൃഷ്ടിച്ചത്. അതേപോലെ തന്നെ സാമ്രാജ്യത്വത്തിൻ്റെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ യാതൊരു നിയന്ത്രണവുമില്ലാത്ത കാർബൺ എമിഷൻ, കാർബൺ ബഹിർഗമനം എന്ന് പറയുന്നത് മനുഷ്യരാശിക്കെതിരായിട്ടുള്ള യുദ്ധമാണ്.
ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാർവദേശീയ തലത്തിൽ കാട്ട മുതൽ എല്ലാ കാലാവസ്ഥ അന്താരാഷ്ട്ര ഉടമ്പടികളെയും ലംഘിച്ചുകൊണ്ടാണ് അമേരിക്കയും സാമ്രാജ്യത്വ ശക്തികളും അന്തരീക്ഷത്തിലേക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കാർബൺ ഹരിതഗൃഹവാതകങ്ങൾ ബഹിർഗമിപ്പിക്കുന്നത്. അതിൻ്റെ ഫലമാണ് അന്തരീക്ഷത്തിലെ ഈ ചൂട് കൂടുന്നത്. അതിൻ്റെ ഫലമാണ് ധ്രുവങ്ങളിൽ മഞ്ഞുരുകുന്നത്. അതിൻ്റെ ഫലമാണ് പസഫിക് ഉൾപ്പെടെയുള്ള സമുദ്രങ്ങളിൽ എന്താവുന്നത്, വലിയ തിരയടികൾ ഉണ്ടാവുന്നത്. കടലിന് ചൂട് പിടിക്കുകയാണ്. ആ ചൂട് പിടിച്ചുയരുന്ന പസഫിക്കിൽ ഉയർന്ന ന്യൂനമർദ്ദമാണ് പതുക്കെ ഗുജറാത്ത് തീരത്തിലൂടെ ഈ മലബാറിൻ്റെ തീരത്ത് വന്ന് ആകാശത്തിലേക്ക് ഉയർന്ന് ഈ ചൂരന്മല മുണ്ടക്കൈ ഈ മലമുകളിലേക്ക് തട്ടി മേഘസ്ഫോടനമായി പെയ്തത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമായാലും അതിൻ്റെ ഭാഗമായ പ്രകൃതി ദുരന്തങ്ങളായാലും സാമ്രാജ്യത്വത്തിൻ്റെ അതിരുകവിഞ്ഞ ലാഭമോഹങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരാശിക്കെതിരായിട്ടുള്ള ദുരന്തമാണ്. അതിന് സമാനമാണ് ഇസ്രയേലിനെ മുൻനിർത്തിക്കൊണ്ട് അമേരിക്ക ഇറാനെതിരായി കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം. ഒമാൻ എന്ന് പറയുന്ന രാഷ്ട്രവും അതിൻ്റെ ഭരണാധികാരിയും ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരായിട്ട് ഉന്നയിച്ച എന്താണ്, അവിടുത്തെ ആണവ നിലയങ്ങളിൽ, ടെഹ്റാനിലെ ആണവ നിലയങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട്. എൻറിച്ച് ചെയ്യപ്പെട്ട യുറേനിയം അവർ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അത് മനുഷ്യരാശിക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്താണ്, അവരെ നിലക്ക് നിർത്തും, അവരെ ആക്രമിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സമ്പുഷ്ടീകരണം അവിടെ നടക്കുന്നില്ല. ആണവശാസ്ത്ര രംഗത്ത് വലിയ ഗവേഷണമൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷേ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള, ആറ്റം ബോംബുകൾ നിർമ്മിക്കാനുള്ള ഒരു സമ്പുഷ്ടീകരണ പ്രക്രിയ അവിടുത്തെ ആണവോർജ്ജ പദ്ധതികളൊന്നും നടക്കുന്നില്ല എന്ന വസ്തുത ഇറാൻ്റെ പ്രതിനിധികൾ ഒമാനിലെ മധ്യസ്ഥനായി വന്ന ഭരണാധികാരിയായി ചർച്ച ചെയ്ത് അത് ലോകത്തെയും അമേരിക്കയും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം നിലനിൽക്കുമാണ് ഏകപക്ഷീയമായി ഇസ്രയേൽ അമേരിക്കയുടെ മൗനസമ്മതത്തോടു കൂടി അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ആസൂത്രിതമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനെതിരായിട്ട് ആക്രമണം നടത്തി. എവിടെയാണ് ആക്രമണം നടത്തിയത്? പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു പ്രൈമറി സ്കൂളാണ്. 151ഓളം പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സിന് താഴെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കൊന്നുകളഞ്ഞത്. ആ നരമേധത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം അത് ലോകത്താകെ ഉയരണം. അതിന് ഉത്തരവാദിയായ ലോകത്തിൻ്റെ അംഗീകൃതമായ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ ഒരു വ്യവസ്ഥയും പാലിക്കാത്ത തനിത്തെമ്മാടിയാണ് ഇസ്രയേൽ. ആ രാഷ്ട്രത്തെ, അതിന് പിറകിലുള്ള അമേരിക്കയെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം. ഞാൻ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന ആ സന്ദർഭത്തിൽ ഏറ്റവും ഉചിതവും ഇന്നത്തെ സാമ്രാജ്യത്വത്തിൻ്റെതായ ലോകക്രമത്തെ നിർണ്ണയിക്കുന്ന അമേരിക്കക്കും അവരുടെ സയനിസ്റ്റ് വംശീയ പങ്കാളിയായ ഇസ്രയേലിനും എതിരായിട്ടുള്ള കേരള ജനതയുടെ ആകെ പ്രതിഷേധമാണ് ആ പ്രസ്താവനയിലൂടെ ലോകം കേട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പരമാധികാര രാജ്യത്തേക്ക് അമേരിക്ക ഇങ്ങനെ കടന്നു കയറുന്നത് ആദ്യമായിട്ടല്ല. ഈ 2026 തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ വെനസ്വേലയിലും ശേഷം ക്യൂബയിലും ഇപ്പോൾ ഇറാനിലും അടക്കം തന്നെ യുദ്ധക്കൊതി, ശരിക്കും പറഞ്ഞാൽ ട്രംപിൻ്റെ ഒരു യുദ്ധക്കൊതി മാത്രമാണോ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരം ഒരു കടന്നുകയറ്റത്തിനും കാരണമായി വരുന്നത്? ട്രംപ് എന്ന് പറയുന്നത് അമേരിക്കൻ മൂലധനത്തിൻ്റെ എല്ലാറ്റിനും മുകളിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഭ്രാന്തമായ അധിനിവേശ വാഞ്ചയുടെ ഒരാൾ രൂപമാണ്. ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നേതാവ് മാത്രമല്ല, അമേരിക്കൻ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എംപയർ പോലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു ഉടമയുമാണ്. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും അതിനെ നയിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെയും ഒരു പ്രതിനിധിയാണ് ആര്? മിസ്റ്റർ ട്രംപ്. എന്താണ് ഇറാനെതിരായിട്ട് ഇങ്ങനെ ഒരു ആസൂത്രിതമായ യുദ്ധം ആരംഭിക്കാൻ കാരണം? 2 കാരണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? പശ്ചിമേഷ്യക്കകത്ത് മധ്യപൂർവ്വ മേഖലയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കണം. അതിൻ്റെ മർമ്മപ്രധാനമായ ഭൂമിശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള പലസ്തീൻ സമ്പൂർണ്ണമായിട്ടും ഇസ്രയേലാക്കണം. ഇതിന് ഇന്ന് പശ്ചിമേഷ്യൻ മണ്ണിൽ ഏറ്റവും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ. എന്നു മാത്രമല്ല, ചരിത്രപരമായി തന്നെ ഇറാൻ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സാമ്രാജ്യത്വ താല്പര്യങ്ങളെ എല്ലാ കാലത്തും വെല്ലുവിളിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളൊന്നാണ്. ലോകത്തിലെ മൊത്തം എണ്ണ നിക്ഷേപത്തിൻ്റെ 10% എണ്ണ എന്ന് പറയുന്ന ഫോസിൽ ഇന്ധനത്തിൻ്റെ ശേഖരം, ലോകത്തിലെ മൊത്തം നിക്ഷേപത്തിൻ്റെ 10% ഇറാൻ്റെ ഭൂമിക്കടിയിലാണ്. എന്നു മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിവാതക നിക്ഷേപവും ഉള്ളത് ഇറാൻ്റെ ഭൂമിക്കടിയിലാണ്. ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പിൻ്റെ പ്രത്യേകത ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വളരെ തന്ത്രപ്രാധാന്യവും
വിഭവപ്രധാനവുമായ ഒരു രാജ്യമാണ് ഇറാൻ. ആ രാജ്യം അമേരിക്കയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നില്ല. ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് അമേരിക്കൻ താല്പര്യങ്ങളോട് ഒരു തരത്തിലും അനുരഞ്ജനപ്പെടുന്നതല്ല. അവരിപ്പോൾ ഏറ്റവും പുതിയ അവരുടെ എണ്ണ പദ്ധതികളായാലും ഓയിൽ പദ്ധതികളായാലും എല്ലാ കരാറുകളും എന്താണ്? ചൈനയുമായിട്ടാണ്. ഇതെല്ലാം തന്നെ ഈ മേഖലയിൽ ഇറാൻ്റെ നിലനിൽപ്പ് വലിയ ഭീഷണിയായിട്ട് അമേരിക്ക കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, പലസ്തീൻ വിഷയത്തിൽ 1948 പലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ അതിനെ ഏറ്റവും ശക്തമായി എതിർത്ത് രംഗത്ത് വന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊന്നാണ് ഇത്. ഈജിപ്തിലെ നാസറെപ്പുറത്തിനെ എതിർത്ത് രംഗത്ത് വന്ന രാജ്യമാണ് ഇറാൻ. അന്ന് ഇറാൻ ഭരിക്കുന്നത് 1947 ഈ അപകോളനീകരണത്തിന് ഡീകോളനൈസേഷൻ്റെ ഭാഗമായിട്ട് ഇറാനും സ്വാതന്ത്ര്യം നേടി ബ്രിട്ടീഷ് കോളോണിസത്തിൽ നിന്ന്. പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത് ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ്റാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയോട് കൂടിയാണ് നജീബുള്ളയല്ല, ഡോക്ടർ മുഹമ്മദ് മൊസാദിക്കിൻ്റെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ആദ്യം തന്നെ ചെയ്തത് എന്താണ്? പശ്ചിമേഷ്യക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ കമ്പനിയാണ് ആംഗ്ലോ ഇറാനിയൻ കമ്പനി, ബ്രിട്ടീഷ് കമ്പനിയാണത്. ആ ബ്രിട്ടീഷ് കമ്പനി അവർ ദേശസാൽക്കരിച്ചു, ഇറാൻ ഓയിൽ കമ്പനി രൂപീകരിച്ചു. അങ്ങനെ വന്നപ്പോൾ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപമുള്ള ഒരു മേഖലയിൽ ഒരു ഗവൺമെൻറ് ദേശാൽക്കരണ നടപടികളായി മുന്നോട്ട് പോയാൽ ഈ മേഖലയിൽ എന്താണ്? അമേരിക്കയുടെ ആഗോള എണ്ണ കുത്തകകളുടെ സ്റ്റാൻഡേർഡ് ഓയിൽ ഉൾപ്പെടെയുള്ള റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കുത്തക റോക്ക്ഫെല്ലർ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ബ്രിട്ടീഷ് പെട്രോളിയം, ഫ്രഞ്ച് പെട്രോളിയം, ഇവരുടെയൊക്കെ തന്നെ എണ്ണ താല്പര്യങ്ങൾക്ക് വലിയ ഭീഷണിയാവും. അങ്ങനെ ഡോക്ടർ മൊസാദിക്കിനെ അട്ടിമറിക്കാൻ CIA, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെയാണ് അമേരിക്കയോട് ആവശ്യപ്പെടുന്നത് ഈ മേഖലയിലെ ഈ ദേശാൽക്കരണ നടപടികളെ എതിർക്കണം. കാരണം ഡോക്ടർ മൊസാദിക് ഗവൺമെൻറ് USSR ചേർന്നൊരു ഗവൺമെൻറ്റായിരുന്നു. ഇപ്പോൾ ഇറാൻ്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്ന ഒരു പൗരോഹിത്യ ഭരണകൂടം നിലനിന്നിരുന്ന രാജ്യമായിരുന്നു. ഈ രാജഭരണകൂടത്തിനും പൗരോഹിത്യ ഫ്യൂഡൽ ശക്തികൾക്കുരായിട്ട് അവിടെ ആധുനിക ജനാധിപത്യ ആശയങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് വലിയ മൂവ്മെൻറ്റുകൾ ഉയർന്നു വന്നിരുന്നു. ആ മൂവ്മെൻറ്റുകൾക്കെല്ലാം തന്നെ എന്താണ് 1917 ശേഷം സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. 17 മുമ്പ് റഷ്യയിലെ സാർ ചക്രവർത്തിയായിരുന്നു ഇറാനിലെ രാജഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്ത്. ഇന്ന് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതുപോലെ അന്ന് ഈ മേഖലയിലെ മധ്യേഷ്യക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യത്വ ശക്തിയായ റഷ്യയായിരുന്നു ഈ ഇറാനിലെ രാജഭരണകൂടത്തെ എല്ലാ കാലത്തും സഹായിച്ചിരുന്നത്. അവിടെ വളർന്നു വന്നിരുന്ന ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളെ, പൗരോഹിത്യ ആശയങ്ങൾക്കും ഈ രാജഭരണ ഫ്യൂഡൽ ശക്തികൾക്കായിട്ട് അവിടെ വളർന്നു വന്ന എല്ലാ സമരങ്ങളെയും അടിച്ചമർത്തുന്നതിന് അവർക്ക് റഷ്യൻ സാർ ഭരണകൂടത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നു. പക്ഷേ വിപ്ലവം നടന്നതിന് ശേഷം റഷ്യയെ അവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഇറാൻ ഓയിൽ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു ഭരണ നടപടി ഡോക്ടർ മൊസാദിക്കിൻ്റെ ഗവൺമെൻറ് എടുക്കുന്നത്. ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് CIA അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രതിനിധിയെ മിഡിൽ ഈസ്റ്റിലേക്ക് പറഞ്ഞയക്കുന്നത്. അദ്ദേഹം മില്യൺ കണക്കിന് ഡോളറുകളാണ്. നമ്മൾ അഫ്ഗാനിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി 60,000 കോടി ഡോളർ അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് മില്യൺ കണക്കിന് ഡോളറുകൾ, ദശലക്ഷക്കണക്കിന് ഡോളറുകൾ അമേരിക്ക ഒഴുക്കി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ലിബറലുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക വിഭാഗങ്ങളെ അവർ സ്വാധീനിച്ചു. പ്രത്യേകിച്ച് ഡോക്ടർ മൊസാദിക്കിൻ്റെ ഗവൺമെൻറ് ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന, ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഗവൺമെൻറ്റായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയായിരുന്നു. അദ്ദേഹം അവിടെ വലിയ രീതിയിൽ ഭൂപരിഷ്കരണം നടപ്പാക്കി. അങ്ങനെ ഭൂപരിഷ്കരണം നടപ്പാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിലെ പരമ്പരാഗതമായ രാജകുടുംബങ്ങളും ഫ്യൂഡൽ ഭൂപ്രമാണി വർഗവും ആ ഗവൺമെൻറ്റിനെ എതിരായി, ഗവൺമെൻറ് നടപടിയിൽ അവർ പ്രകോപിതരായി. ഈ വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിയാണ് 1953 അവിടെ അട്ടിമറി സംഘടിപ്പിക്കുന്നത്. ആ അട്ടിമറിയിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന ഈ ഡോക്ടർ മൊസാദിക്കിൻ്റെ അനുയായികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും അവിടെ ഉന്മൂലനം ചെയ്തു. ഡോക്ടർ മൊസാദിക്കിനെ ജീവിതാന്ത്യം വരെ തടങ്കലിട്ട് പീഡിപ്പിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അവിടെ ഷാ ഭരണകൂടം വരുന്നത്. അപ്പോൾ അന്ന് ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗമൊക്കെ CIAയുടെ കയ്യിൽ കളിച്ചതാണ്. അവിടുത്തെ ഡോക്ടർ മൊസാദിക്കിൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള പ്രതിവിപ്ലവത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ ഫ്യൂഡൽ പൗരോഹിത്യ ശക്തികളുടെ കൂടെ നിന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ്. അങ്ങനെയാണ് ഷാ വീണ്ടും അധികാരത്തിൽ വരുന്നത്. അത് 1979 വരെ
നീണ്ടു. ഷാ ഭരണകൂടത്തിൻ്റെ മർദ്ദക നടപടികൾക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ്. ഷാ ഭരണകൂടം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ താല്പര്യങ്ങളെ പ്രതിനിധീകരിച്ച ഒരു സാമ്രാജ്യത്വ താല്പര്യം ഇറാൻ്റെ മണ്ണിൽ സംരക്ഷിച്ച ഭരണകൂടം. അതിനെതിരായിട്ടുള്ള വലിയ ബഹുജന രോഷത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഇസ്ലാമിക വിപ്ലവം 79. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഖൊമേനിയൻ ഭരണകാലഘട്ടം ഇറാനിൽ ആരംഭിക്കുന്നത്. പക്ഷേ ഖൊമേനിയൻ ഗവൺമെൻറ് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അവർ പൊതുവായി എതിര് നിൽക്കുമ്പം തന്നെ 79 അമേരിക്ക എന്ത് ചെയ്തു? തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വലിയ ഭീഷണിയായിരിക്കുന്ന ഈ പശ്ചിമേഷ്യയിലെ ഇറാൻ ഇസ്ലാമിക ഗവൺമെൻറ്റിനെ തകർക്കാനായിട്ട് ഇറാഖിനെ കൂട്ടുപിടിച്ചു. ഇറാഖ് യുദ്ധം ആരംഭിച്ചു. ഏറെക്കുറെ 10 വർഷം നീണ്ടു നിന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ ചരിത്രഗതിയിലാണ് എന്ത് ചെയ്തത്? ഇറാനിനും അമേരിക്ക ആയുധം കൊടുത്തു, ഇറാഖിനും കൊടുത്തു. അതാണ് അമേരിക്ക ഇറാഖിനെയാണ് പിന്തുണയ്ക്കുന്നത്. പക്ഷേ ഇറാഖ് യുദ്ധം ചെയ്യുന്നത് ഇറാനെതിരായിട്ടാണ്. ഇറാഖിനെ ഉപയോഗിച്ച് ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്ന അതേ അമേരിക്ക പെൻറ്റഗൺ തന്നെ എന്താണ് ഇറാനും ആയുധം വിറ്റു. ആ കാര്യങ്ങൾ എന്താണ്? ഇറാൻ യുദ്ധം ചെയ്തിട്ട് അവർക്ക് ആ ഇറാഖ് വലിയ പഠിച്ച പണി 18 നോക്കിയിട്ട് ഇറാനോട് യുദ്ധം ചെയ്യുമ്പോൾ ജയിക്കാൻ പറ്റുന്നില്ല. കാരണം രണ്ടു കൂട്ടരും ഉപയോഗിക്കുന്നത് എന്താണ്? ഒരേ ആയുധങ്ങളും ഒരേ പ്രതിരോധ സാങ്കേതിക വിദ്യയുമാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇത് ഇറാഖിൽ വലിയ വിവാദമായ അന്വേഷണം വരുമ്പോഴാണ് രണ്ടു കൂട്ടർക്കും ആയുധം വിറ്റിരിക്കുന്നത് അമേരിക്കയാണ് എന്ന് വന്നത്. അതാണ് പറയുന്നത്, ഇറാഖിന് ഉപയോഗിച്ച് ഇറാനെതിരായിട്ട് യുദ്ധം ചെയ്യുക. യുദ്ധത്തിൻ്റെ ഒരു ചരിത്രഗതിയിൽ തങ്ങളുടെ ആയുധ വിപണി സജീവമാക്കാൻ വേണ്ടിയിട്ട് ഇറാനും ആയുധം വെക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറാനിലെയും ഒരു വിഭാഗത്തെ അമേരിക്ക സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക്കും ഭരണകൂടത്തിൻ്റെ ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ അമേരിക്ക ശ്രമിച്ചു. 89 വരെ ആ യുദ്ധം നിലനിന്നു. 89 ശേഷം സോവിയറ്റ് യൂണിയനെ തകർച്ച ശേഷം ലോകം ശീതയുദ്ധത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് വളരെ ശക്തമായ അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ ഇറാൻ സ്വീകരിച്ചത്. 2 പ്രശ്നങ്ങളിൽ ഇറാൻ അമേരിക്കയുമായിട്ടത് സന്ധി ചെയ്യാൻ തയ്യാറായില്ല. പിന്നത്തെ പ്രശ്നം എന്താണ്? പലസ്തീൻ പ്രശ്നത്തിൽ അറബ് രാജ്യങ്ങളാകെ ഒരു നിശബ്ദതയോ അല്ലെങ്കിൽ കുറ്റകരമായ മൗനം എന്നൊക്കെ പറയാവുന്ന ഇസ്രയേൽ നിലപാടുകളെ ശരിവെക്കുന്ന നിലപാടെടുത്തപ്പോൾ ഇറാൻ, സിറിയ, ലെബനൺ ഈ രാജ്യങ്ങളാണ്, ലിബിയയും ഒരു പരിധിവരെ അറബ് ലോകത്ത് പലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണത്തെ അതിശക്തമായി എതിർത്തത്. ഡോക്ടർ മൊസാദിക്കും 50കളിൽ നാസറോടൊപ്പം ചേർന്ന് ഈ പലസ്തീൻ്റെ മണ്ണപഹരിച്ചുണ്ടാക്കിയ ഇസ്രയേൽ രാഷ്ട്രത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ അറബ് യുദ്ധത്തിൽ പങ്കാളിയായ രാജ്യമാണ് ഇറാൻ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇറാൻ എന്താണ്? ചരിത്രപരമായി തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇസ്രയേലിൻ്റെ പശ്ചിമേഷ്യയിലെ അടിയന്തരമായി ഇല്ലാതാക്കേണ്ട ശത്രുക്കളുടെ പട്ടികയിൽപ്പെട്ട രാഷ്ട്രമാണ് ഇറാൻ. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഇന്നത്തെ സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാൻ. അപ്പോൾ അമേരിക്കയുടെ ആ ഹിറ്റ് ലിസ്റ്റ് തന്നെയായിരിക്കും 1953 മൊസാദിക്കിൻ്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ സാധ്യതയായിട്ടുണ്ടാവില്ലേ? അതെ, അത് തന്നെയാണ്. ഷാ ഭരണകൂടത്തെ അമേരിക്ക സപ്പോർട്ട് ചെയ്തതാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരസംഘടനയായിട്ടുള്ള CIA അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ ഈ ദൗത്യത്തിനായിട്ട് നിർവഹിച്ചു. മില്യൺ കണക്കിന് ഡോളറുകൾ അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഴുക്കിക്കൊടുത്തു. അങ്ങനെയാണ് വിലക്കെടുക്കപ്പെട്ട അവിടുത്തെ പുരോഹിത വിഭാഗത്തിലൊരു വിഭാഗം, അതേപോലെ തന്നെ അവിടുത്തെ മധ്യവർഗ ബുദ്ധിജീവികൾ, അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ പ്രകോപിതരായ മൊസാദിക്കിൻ്റെ ഭൂപരിഷ്കരണ നടപടികളിൽ പ്രകോപിതരായ ഭൂപ്രഭുക്കന്മാർ ഈ വിഭാഗങ്ങളെല്ലാം ഉപയോഗിച്ച് അവിടെ വലിയ ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ കാണണം. ഇന്നത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പം ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ടുഡേ പാർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ മാർച്ച് 1-ാം തീയതി അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അവർ ഖൊമേനിയുടെ ഭരണം അവസാനിക്കുന്നത് നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. അത് വളരെ സ്വേച്ഛാധിപത്യപരമായ സ്ത്രീവിരുദ്ധമായ ഭരണമാണെന്നാണ് അവർ കാണുന്നത്. എന്നാൽ അത് ഒരു ബാഹ്യശക്തിയെ ഇടപെട്ട് സംഭവിക്കേണ്ടതല്ല, ആഭ്യന്തരമായി ജനാധിപത്യ ഉയർത്തെഴുന്നേൽപ്പുകളിലൂടെ ഇല്ലാതാക്കേണ്ടതാണെന്ന് അവർ കാണുന്നത്. ടുഡേ പാർട്ടിയുടെ ഇന്നത്തെ ഒരു പരമാധികാര രാജ്യത്ത് കയറി അമേരിക്ക ആ രാജ്യത്തിൻ്റെ പരമ ഉന്നത നേതാവിനെ വധിക്കുക, അവിടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിനായിട്ട് യുദ്ധം ചെയ്യുക, അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ തന്നെ ലംഘനമാണ്, നഗ്നമായ ലംഘനമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ലംഘനമാണ്. അപ്പം CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശക്തമായിട്ട് ഇറാനെതിരായിട്ട് ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തെ അപലപിക്കുകയാണ്. ഇറാനിലെ ആഭ്യന്തരമായിട്ട് ജനാധിപത്യം ഭീഷണി നേരിടുന്നുണ്ട്, അവിടുത്തെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമുണ്ട്, അവിടെ വലിയ അടിച്ചമർത്തലുണ്ട്. അതിനൊക്കെ എതിരായിട്ട് ആഭ്യന്തരമായി തന്നെ മൂവ്മെൻറ്റ് ഉണ്ടാകണം. അതിൻ്റെ പേരിൽ
മറ്റൊരു രാജ്യത്തിന് ഇടപെടാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ക്രിസംഖികളും RSSകാരും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മളൊക്കെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റുകൾ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. അവരെന്താണ് അവിടെ ഭയങ്കര സ്ത്രീവിരുദ്ധതയാണ്, കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്തു, സഖാവതൊന്നും അറിയില്ലേ, 30,000 കമ്മ്യൂണിസ്റ്റുകാരെ ഈ ഖൊമൈനി തന്നെ കൊന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിൽ എന്താണ് ഈ അമേരിക്കൻ ഇടപെടലിനെ, ഇസ്രായേൽ ഇടപെടലിനെ, ഖൊമൈനിയുടെ വധത്തെ അവരെന്താണ് വലിയ രീതിയിൽ ന്യായീകരിക്കുകയാണ്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നമ്മളെന്താണ് ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടമായിരിക്കുന്ന നരേന്ദ്രമോദിയെ എതിർക്കുകയാണ്. എന്നാൽ ഈ രാജ്യത്തിന് പുറത്തുള്ളൊരു ശക്തി അമേരിക്കയോ ഇസ്രയേലോ വന്ന് ഈ രാജ്യത്തെ സർക്കാരിനെതിരായിട്ട്, ഈ സർക്കാർ ഭയങ്കര ഫാസ്റ്റ് സർക്കാരിനെതിരെ മാറ്റാൻ വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ബോംബിട്ടാൽ നമ്മളത് അംഗീകരിക്കില്ല. അത് ഇന്നത്തെ ഒരു ലോകക്രമത്തിൽ UN രജിസ്റ്റർ ചെയ്യപ്പെട്ട അംഗമായിട്ടുള്ള 192 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ, ഒന്നാണ് ഇറാൻ. ആ രാജ്യത്തിന് എന്താണ് ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്ന ഒരു സോവറിനുണ്ട്, പരമാധികാര പദവിയുണ്ട്. ആ പരമാധികാര പദവിയും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിലെ അംഗീകൃതമായ തത്വങ്ങളും മര്യാദകളൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥമാണ്. എന്നാൽ അമേരിക്കക്കും ഇസ്രയേലിനും അത് ബാധകമല്ല എന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഈ 2 രാജ്യങ്ങളും തെമ്മാടി രാഷ്ട്രങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, രാജ്യങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദ, ഇത് വളരെ ജനാധിപത്യത്തിൽ പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ്. UN അംഗങ്ങളായിട്ടുള്ള 192 രാജ്യങ്ങൾക്കും അവയുടേതായ എന്തുണ്ട്, പരമാധികാര സ്വഭാവവും ആ രീതിയിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ സ്വതന്ത്ര രാജ്യങ്ങളെന്ന നിലക്ക് നിലനിൽക്കാനുള്ള അവകാശവുമുണ്ട്. ആ രാജ്യത്തിൻ്റെ സ്വയംനിർണ്ണയത്തിൻ്റെ പ്രശ്നമാണത്. അപ്പം മറ്റൊരു ജനതയുടെ സ്വയംനിർണ്ണയത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ ഒരു ബാഹ്യശക്തിക്കും അധികാരമില്ല. ആ രാജ്യത്തെ ഗവൺമെൻറ് തെറ്റാണെങ്കിൽ, ജനവിരുദ്ധമാണെങ്കിൽ ആ രാജ്യത്തിനകത്ത് തന്നെയാണ് മൂവ്മെൻറ്റ് വളർന്നു വരേണ്ടത്. ഈ ഖൊമൈനിയുടെ വധത്തെ അല്ലെങ്കിൽ കൊലപാതകത്തെ ഇടത് പക്ഷത്ത് നിലയുറപ്പിച്ച ആളുകൾ അപലപിക്കുമ്പോഴും അതിനെതിരെ പറയുന്നൊരു കാര്യമാണ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപതമായ ഭരണം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവകാശങ്ങളെല്ലാം തന്നെ അടിച്ചമർത്തുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ ഭരണത്തെ അല്ലെങ്കിൽ അയാളുടെ ഒരു മരണത്തെ എങ്ങനെയാണ് ഇടതുപക്ഷ അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാരായ ആളുകൾക്ക് അപലപിക്കാൻ സാധിക്കുക എന്നുള്ളത്? അത് 1945 ശേഷം UN രൂപം കൊള്ളലും രാജ്യങ്ങളുടെ സ്വതന്ത്ര പദവിയും പരമാധികാരവും അംഗീകരിച്ചുകൊണ്ടുള്ള വിളംബരം അംഗീകരിക്കുകയും ചെയ്ത ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇടപെടാൻ യാതൊരു അവകാശമില്ല. ഈ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധതയുണ്ട്, ഇറാനിൽ സ്ത്രീ വിരുദ്ധതയുണ്ട്, അവിടെ ഫ്യൂഡൽ പൗരോഹിത്യ ആശയങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, വിമർശിക്കാം. അവിടെ അതിനു വേണ്ടി ഉയർന്നു വരുന്ന പ്രസ്ഥാനത്തോട് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. പക്ഷെ മറ്റൊരു രാജ്യത്തിൻ്റെ ആയുധബലം ഉപയോഗിച്ച് അവിടെ ജനാധിപത്യമില്ല എന്ന് പറഞ്ഞ് ഇടപെടുന്നതിനോട് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാർക്ക്, ജനാധിപത്യവാദികൾക്ക് യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ലോകരാജ്യങ്ങൾ തമ്മിൽ പുലർത്തേണ്ട, പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയുടെ, ഒരു മര്യാദയുടെ പ്രശ്നമാണത്. ഇപ്പോൾ ഇറാനിലെ ആഭ്യന്തരമായ നിരവധി വിഷയങ്ങളുണ്ട്. ഇന്ത്യയിൽ പശുവിൻ്റെ പേരിൽ മനുഷ്യരെ കൊല്ലുന്നുണ്ട്, ഇന്ത്യയിൽ വേഷത്തിൻ്റെ പേരിൽ ആളുകളെ വേട്ടയാടുന്നുണ്ട്, ഇന്ത്യയിൽ ആരാധനാലയങ്ങളുടെയും മതപരമായ ആഘോഷങ്ങളുടെയൊക്കെ പേരിൽ കലാപങ്ങളും ന്യൂനപക്ഷ വേട്ടയൊക്കെ നടക്കുന്നുണ്ട്. അതിനെതിരായിട്ട് ഈ രാജ്യത്ത് തന്നെ പ്രതിഷേധം ഉയർന്നു വരണം. ഈ രാജ്യത്തെ ജനങ്ങളാണ് അത്തരം നയങ്ങളെ തിരുത്തിക്കേണ്ടത്. അത് രാജ്യങ്ങളെ സംബന്ധിച്ച 1945 ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര ധാരണയുടെ പ്രശ്നമാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടപെടാൻ പറ്റില്ല എന്നുള്ളത്. ആ മര്യാദ അമേരിക്ക ഒരിക്കലും പാലിച്ചിട്ടില്ല. 1945 ശേഷം ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ നിരന്തരമായി ഇടപെട്ട അധിനിവേശ ശ്രമം നടത്തിയ ഒരു ചരിത്രമാണ് അമേരിക്കക്കുള്ളത്. അപ്പോൾ അമേരിക്കയിലെ തന്നെ ബ്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ എന്താണ്, അമേരിക്ക 1948 2000 ഇടയിൽ 240 രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ, പരമാധികാരത്തിനെതിരായിട്ട് അവിടെ അട്ടിമറികൾ ഉണ്ടാക്കാൻ പട്ടാളയുടെ ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ തന്നെ ലെബനൻ 1950 അവിടെ എന്താണ് 14,000-ഓളം നാവിക പടയാളികളെ ഇറക്കി അവിടെ ഇസ്രയേലിനെതിരെ അമേരിക്കക്കെതിരെ ഉയർന്നു വരുന്ന ബഹുജന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ അമേരിക്ക നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പർ ഫിലിപ്പീൻസിൽ 50 ഇടപെട്ടിട്ടുണ്ട്, ഇറാനിൽ സൂചിപ്പിച്ചില്ലേ ഇടപെട്ടിട്ടുണ്ട്.
ലാറ്റിൻ അമേരിക്കയിലെ ഒട്ടുമിക്ക എൽ സൽവഡോർ, നിക്കാരാഗ തുടങ്ങിയ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അലൻഡയെപ്പോലുള്ള ഭരണാധികാരികളെ നിഷ്ഠൂരമായി വധിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ചിലിയിൽ എന്തിനു വേണ്ടിയാണത്? ഇവിടെ പശ്ചിമേഷ്യയിൽ എണ്ണയാണെങ്കിൽ ചിലിയിൽ എന്താണ്? ധാതു വിഭവങ്ങളാണ്. ഈ ടെലിമാറ്റിക്സ് വ്യവസായത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത പദാർത്ഥമാണ് ചെമ്പ്. അപ്പോൾ ചിലിയിലെ ചെമ്പ് ഖനികളെല്ലാം അമേരിക്കൻ കുത്തകകളുടേതായിരുന്നു. ടെലഫോൺസ് ആൻഡ് ടെലഗ്രാഫ് കമ്പനി എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ബഹുരാഷ്ട്ര കുത്തകയുടെ കയ്യിലായിരുന്നു. പക്ഷേ അലൻഡെ 73 അധികാരത്തിൽ വന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അലൻഡെ അത് ദേശാൽക്കരിച്ചു. ആ ദേശാൽക്കരണത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളിൽ നിന്നാണ് അവിടെ പട്ടാള അട്ടിമറി സംഘടിപ്പിച്ചത്. CIA നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ആ അട്ടിമറി നടപെട്ടത്. നിരവധി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ ഈ ഗൊമേനി കൊല്ലപ്പെടുന്നതിന് 57 ദിവസങ്ങൾക്ക് മുമ്പാണ് വെനിസ്വലയിൽ കാരക്കസിൽ കടന്നു കയറിയ അമേരിക്കൻ മിലിറ്ററി സഖാവ് മഡൂറയെ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെയും അറസ്റ്റ് ചെയ്ത് വിമാനത്തിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി അമേരിക്കൻ ജയിലിലടച്ചത്. ഇതെന്ത് മര്യാദയാണ്? അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പനാമയിൽ നൊറീഗ എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ പേരിൽ മയക്കുമരുന്ന് ഡ്രഗ് ട്രാഫിക്കിൻ്റെ ആളായാളെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളെ പിടിച്ചു കെട്ടി കൊണ്ടുപോയത്. ഇങ്ങനെ ലോക പോലീസ് ആവാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശം എന്നുള്ളതാണ് പ്രശ്നം. ലോകത്ത് ഇപ്പോൾ ആൻ്റണിയോ ഗുട്ടറസ് പറഞ്ഞല്ലോ, ഇതെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രയേലും അമേരിക്കയും നടത്തിയിരിക്കുന്നത്. ഇറാനെതിരായിട്ടുള്ള ഈ ആക്രമണത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാനാവില്ല. ഇത് അന്താരാഷ്ട്ര കുറ്റമാണ്. ട്രംപും നെതന്യാഹുക്കോ ഇപ്പോൾ അന്താരാഷ്ട്ര കുറ്റവാളികളാണ്. നമ്മൾ വീണ്ടും നോക്കുന്നു ഇറാനിയൻ വിപ്ലവത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ ഒരു ജനാധിപത്യ വിപ്ലവം എന്നുള്ള രീതിയിലാണോ കാണേണ്ടത്, അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഒരു പൗരോഹിത്യ മതഭരണകൂടത്തിൻ്റെ പുനഃസംഘടന എന്നുള്ള രീതിയിലാണോ കുറച്ചുകൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക? അല്ല, 79 ഷാ ഭരണകൂടം ഈ പൗരോഹിത്യ ഭൂപ്രഭുവ വർഗങ്ങളുടെ താല്പര്യമാണ് സംരക്ഷിച്ചത്. അത് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങളാണ് സംരക്ഷിച്ചത്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ ജനകീയ ഉണർവാണ്. അതിന് ഒരു പ്രചോദനമായി വർദ്ധിച്ചത് ഇസ്ലാമിക ആദർശങ്ങളാണ്. ഇപ്പോൾ ഗൊമേനിയൻ വിപ്ലവത്തിൻ്റെ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ ഒരു ആശയധാര എന്ന് പറയുന്നത് ഇസ്ലാമിക ദർശനങ്ങളാണ്. അപ്പം ഇസ്ലാമിക ദർശനങ്ങൾ നമ്മൾ അത് ഇസ്ലാമിലെ തന്നെ ഷിയാ ദർശനങ്ങളുടെ ഒരു പിൻബലമുള്ള നേതാക്കളാണ് ആര്? ഈ ആയത്തുള്ള ഗൊമേനി ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടത് അധികാരത്തിൽ വന്നു. അത് വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു ഭരണ സംവിധാനമാണ് അവിടെ. സ്ത്രീ സ്വാതന്ത്ര്യം, പൗരരുടെ സ്വതന്ത്രമായ സ്വാതന്ത്ര്യം, കലാവിഷ്കാര സ്വാതന്ത്ര്യം, വിശ്വപ്രസിദ്ധരായ സിനിമാ സംവിധായകർക്കൊന്നും ഇറാനിൽ താമസിച്ച് സിനിമ എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കിയത്. അവരെല്ലാം തടങ്കലിലേക്കോ അല്ലെങ്കിൽ പ്രവാസത്തിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ അഭയം തേടേണ്ടി വന്ന അവസ്ഥ, അതെല്ലാം തന്നെ അവിടുത്തെ ഗൊമേനിയൻ ഭരണകാലഘട്ടത്തിലെ ജനാധിപത്യ വിരുദ്ധതയാണ് കാണിക്കുന്നത്. ആ ജനാധിപത്യ വിരുദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ ഈ മേഖലയിലെ അമേരിക്കൻ അധിനിവേശത്തെ, സാമ്രാജ്യത്വ അധിനിവേശത്തെ അവർ ശക്തമായി പ്രതിരോധിച്ചു. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പം പല ലിബറൽ സുഹൃത്തുക്കളും ചോദിക്കുന്നത് അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കേണ്ടതില്ലേ എന്നത് ന്യായമായൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് അവിടെ തന്നെ ആഭ്യന്തരമായി അവിടുത്തെ തന്നെ ജനങ്ങളുടെ മൂവ്മെൻറ്റുകൾ വളർന്നു വരിക, അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ലോകമെമ്പാടുള്ള ജനാധിപത്യവാദികളുടെ ഉത്തരവാദിത്വം. ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അവിടെ അമേരിക്ക ഇടപെടുന്നതിനെ ഒരു കാരണവശാലും അല്ലെ ഇസ്രയേൽ ഇടപെടുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ മതപൗരോഹിത്യ ഭരണകൂടമാണ്, ആ ഭരണകൂടത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗൊമേനിയെ അവസാനിപ്പിക്കാൻ വേണ്ടി, അയാൾ ഡിക്റ്റേറ്ററാണ്, അയാൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇസ്രയേൽ ഇടപെടുന്നത്. ഇസ്രയേൽ എന്താണ്? അത് ഭരണഘടനാപരമായി തന്നെ എന്താണ്? അത് യഹോവയെ ദേശീയ ദൈവമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ജൂയിഷ് സ്റ്റേറ്റാണത്. അത് യഹൂദരുടെ രാഷ്ട്രമാണത്, മതാധിഷ്ഠിത രാഷ്ട്രമാണ്. ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ ഒന്നും അംഗീകരിക്കാത്ത ഒരു ജൂതരാഷ്ട്രമാണിത് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മതരാഷ്ട്രം മറ്റൊരു മതരാഷ്ട്രം വേണ്ടെന്നും പറഞ്ഞ് യുദ്ധം ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യം, അതിൻ്റെ ഒരു വിചിത്ര സ്വഭാവം എന്തുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ പേരിൽ ഇസ്രയേലിനെ അമേരിക്കയെ ന്യായീകരിക്കാൻ വരുന്ന പല ബുദ്ധിജീവികൾക്കും പണ്ഡിതന്മാർക്കും മനസ്സിലാകാതെ പോകുന്നത്? അവിടെയാണ് സാമ്രാജ്യത്വം പറയുന്ന ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവരുടെ മൂലധനത്തിൻ്റെ നിരുപാധികമായ വ്യവസ്ഥാരഹിതമായ എല്ലാ മേഖലകളിലേക്കും വിഭവങ്ങളിലേക്കും ആധിപത്യം സ്ഥാപിക്കാനുള്ള സ്വതന്ത്ര വിപണിയാണ്. അപ്പോൾ അമേരിക്കയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര വിപണി സിദ്ധാന്തമാണ്, ഫ്രീ മാർക്കറ്റാണത്. അവർക്ക് വേണ്ട എന്താണ്? ഇറാനിലെ ഭരണകൂടം അമേരിക്കൻ മൂലധനത്തിൽ അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല.
ഇറാനിലെ ഭരണകൂടം അവിടുത്തെ വിഭവങ്ങൾ, വാണിജ്യപാതകൾ നിയന്ത്രിക്കുന്നു. അതവർക്ക് തുറന്നു കിട്ടണം. ആ വിഭവങ്ങൾ കവർന്നു കൊണ്ടുപോകാനുള്ള അവസരമാണ് അവർ ജനാധിപത്യത്തിൻ്റെ പേരിൽ ആവശ്യപ്പെടുന്നത്. അല്ലാതെ പൗരരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആധുനിക സാംസ്കാരിക അഭ്യുന്നതിക്കനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന ജനാധിപത്യത്തിൻ്റെ ശരിയായ ഒരു അർത്ഥതലത്തെയല്ല അമേരിക്ക പറയുന്ന ജനാധിപത്യം. അമേരിക്കക്ക് എല്ലാത്തിനും മുകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഭരണമാറ്റത്തെയാണ് അവർ ജനാധിപത്യമായിട്ട് പറയുന്നത്. ഈ ഇറാനിയൻ റവല്യൂഷന് ശേഷം ഇടതുപക്ഷത്തിനവിടെ സ്വാധീനം വലിയ തോതിൽ ക്ഷയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനിൽ ഇടതുപക്ഷം തകരാൻ കാരണമായത് നമുക്ക് ഈ ഇറാനിയൻ വിപ്ലവം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇറാനിലെ പൗരോഹിത്യ ഭരണകൂടം അവിടുത്തെ പുരോഗമന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തിയിരുന്നു. അത് സ്വതന്ത്രമായ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ആവിഷ്കാരങ്ങളെ അത് തടഞ്ഞിരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തെ അത് വലിയ രീതിയിൽ അടിച്ചമർത്തിയിരുന്നു. ആ ഒരു സാഹചര്യം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾ അസാധ്യമാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ നിയമപരമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ ടുഡേ പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടി ഇറാനികളായ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് ആ പാർട്ടിയെ സംഘടിപ്പിച്ച് നയിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ജനാധിപത്യ വിരുദ്ധ സാഹചര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണേണ്ടത് ഇപ്പം 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ തുർക്കി സുൽത്താനേറ്റിനെ അധികാരത്തിൽ മാറ്റാൻ പാശ്ചാത്യ സാമ്രാജ്യ ശക്തികൾ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കി. അപ്പോൾ അന്ന് പല ലിബറലുകളും പറഞ്ഞ എന്താണ്, തുർക്കിയിൽ ഖിലാഫത്ത് ഭരണമാണ്, അത് ഇസ്ലാമിക ഭരണമാണ്. അതുകൊണ്ട് എന്താണ്, ഈ ഖിലാഫത്ത് ഭരണം അവസാനിപ്പിച്ച് അവിടെ ജനാധിപത്യം കൊണ്ടുവരാൻ ഉള്ള സമരങ്ങൾ വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഈ തുർക്കിയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലെനിൻ 1907 തന്നെ ലെനിൻ ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അന്നത്തെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ RSDLPയുടെ മുഖപത്രമായ പ്ലോററ്റേറിയയിൽ ഒരു വലിയ ലേഖനം എഴുതി നിരീക്ഷിച്ചുകൊണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത്, തുർക്കിയിൽ ജനാധിപത്യം കൊണ്ടുവരാനല്ല പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾ അവിടുത്തെ സുൽത്താനെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത്, മറിച്ച് തുർക്കി ഉൾപ്പെടുന്ന അറബ് ഭൂമേഖലയുടെ ഭൂമിക്കടിയിൽ സമൃദ്ധമായ എണ്ണയുണ്ട്. ആ എണ്ണക്ക് മുകളിൽ തങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ, തങ്ങൾക്ക് ആ എണ്ണ കവർന്നെടുക്കണമെങ്കിൽ തുർക്കി സുൽത്താനേറ്റിനെ അവസാനിപ്പിച്ച് തങ്ങളുടെ ഒരു പാപ ഭരണകൂടത്തെ അവിടെ സ്ഥാപിക്കണം. അതുകൊണ്ട് ഇത് ജനാധിപത്യ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നുള്ളത് ചരിത്രവിരുദ്ധമായ വസ്തുതക്ക് നിരക്കാത്ത ഒരു കാര്യമാണെന്ന് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ തന്നെ ലെനിൻ ചൂണ്ടിക്കാണിച്ചു. തുർക്കിയിൽ ജനാധിപത്യം വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേപോലെ ഇന്ന് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യം വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ ജനാധിപത്യത്തിന് വേണ്ടിയല്ല അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത് എന്ന വസ്തുത, എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളുക എന്നതാണ്. കേവലം പ്രകൃതി വിഭവങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുമോ അമേരിക്ക ഈ മധ്യ പൂർവേഷ്യയിൽ കണ്ടുവച്ചിട്ടുണ്ടാവുക? അല്ല, ഈ മധ്യപൂർവ്വദേശത്തെ തങ്ങളുടെ ഒരു ടോട്ടൽ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ ഈ ഇറാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിങ്ങനെ ഈ മെഡിറ്ററേനിയൻ കടലോട് ചേർന്ന് കിടക്കുന്ന വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ഇപ്പോൾ വടക്കൻ ആഫ്രിക്ക, യൂറോപ്പ് ഉൾക്കൊള്ളുന്ന ഭൂമേഖലകളിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട വാണിജ്യപാത, ഹോർമോസ് കടൽ ഉൾക്കൊള്ളുന്നൊരു മേഖലയാണിത്. അപ്പോൾ ആ മേഖലയിൽ തങ്ങളെ ധിക്കരിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സാമ്രാജ്യത്തിന് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് ഈ മേഖലയിലെ തങ്ങളുടെ സർവതന്ത്ര സ്വതന്ത്രമായ ഇടപെടലുകൾക്ക് സാഹചര്യമൊരുക്കണം. അതിനുവേണ്ടി ഇറാൻ ഇല്ലാതാക്കുക. അത് വിഭവങ്ങളും വാണിജ്യപാതകളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സാമ്രാജ്യത്വത്തിൻ്റെ മൂലധന താല്പര്യങ്ങളിൽ നിന്നുണ്ടാവുന്ന യുദ്ധമാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. യുദ്ധത്തെക്കുറിച്ച് പറയുമ്പം ലെനിൻ പറയുന്ന ഒരു കാര്യം എന്താണ്, ഈ ലോകത്തെ വിഭവങ്ങളും സമ്പത്തും അതൊക്കെ ഉള്ളടങ്ങിയിരിക്കുന്ന ഭൂമിയും എന്താണ് ഭൂപരമായി തന്നെ വിഭജിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സാമ്രാജ്യത്വം നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യുദ്ധം എന്നാൽ ഇമ്പീരിയലിസം മീൻസ് വാർ എന്ന് ലെനിൻ പറയുമ്പോൾ സാമ്രാജ്യത്വം എന്നാൽ യുദ്ധമാണ്. സാമ്രാജ്യത്വം യുദ്ധത്തെ ആയുധമാക്കുന്നത് എന്താണ്, അവരുടെ വളർച്ചയുടെ യുദ്ധം. വാർ ഈസ് പ്രോസ്പെരിറ്റി എന്നൊരു സിദ്ധാന്തമുണ്ട്. യുദ്ധമാണ് വളർച്ചയുടെ സമൃദ്ധിയുടെ സാധ്യതയുണ്ടാക്കുന്നത്. യുദ്ധമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നലെ വരെ കടന്നു വെല്ലാൻ കഴിയാത്ത വിഭവങ്ങളിലേക്ക്, വാണിജ്യ മേഖലകളിലേക്ക് അവർക്ക് കടന്നു ചെല്ലണം. അതിന് ഭൂപരമായ എന്താണ് പ്രദേശങ്ങളെ
തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരണം. രണ്ടാം ലോകമഹായുദ്ധം വരെ എന്താണ്, അത് നേരിട്ടുള്ള കോളനിയായിരുന്നു. ഇപ്പോൾ നേരിട്ടുള്ള കോളനിയല്ല, അത് പാവഭരണാധികാരികളെ വെച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ, തങ്ങളുടെ മൂലധന താല്പര്യങ്ങൾ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള രാജ്യങ്ങളിൽ നടപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. അതുകൊണ്ട് തങ്ങളെ അനുസരിക്കാത്ത, തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ഭരണകൂടങ്ങളെ അവരെന്ത് ചെയ്യുന്നു, ഹിറ്റ് ലിസ്റ്റിൽ പെടുന്നു. അത് ചെകുത്താൻ രാഷ്ട്രങ്ങളാണ്, അത് തകർക്കപ്പെടുന്ന രാഷ്ട്രങ്ങളാണ്, അത് മതമൗലികവാദികളുടെ രാഷ്ട്രങ്ങളാണ്. ഇതാരാണ് പറയുന്നത്? ഇസ്രയേലിനെ നെതന്യാഹു എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ വംശീയ ഭീകരനാണ്. ആ വംശീയ ഭീകരനെ കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് ഇസ്രയേലിൽ ഇറാനിലത് മതമൗലികവാദികളുടെ ഗവൺമെൻറ്റാണ്, ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണം, അവർ മതഭ്രാന്തന്മാരാണ്, അവരുടെ കയ്യിൽ ആണവായുധങ്ങളെ കൊണ്ട് ആ ലോകം തന്നെ നശിച്ചു പോകുമെന്ന് പറയുന്നത് ആരെ വെച്ചിട്ടാണ്? ഈ നെതന്യാഹുവിനെ പോലുള്ള വംശീയ ഭീകരന്മാരെ കൂടെ നിർത്തിയിട്ടാണ്. ആ വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ യുറാനിയ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ പറയാൻ അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ നൈതികപരമായിട്ടൊരു അധികാരമോ കാര്യങ്ങളുണ്ടോ? ഒരിക്കലുമില്ല. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് നെഹ്റു തന്നെ 50കളിൽ വ്യക്തമാക്കിയൊരു കാര്യമാണ്. നമ്മൾ ആണവമുക്തമായ ഒരു ലോകത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ആരും ആണവായുധങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. പക്ഷേ ആണവ പ്രമാണി രാഷ്ട്രങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ നയിക്കുന്ന അവരാണല്ലോ. ആണവ ആയുധങ്ങൾ ഉണ്ടാക്കി അണുബോംബ് കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ആണവായുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കാലത്തോളം എന്താണ്, അവരുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ആണവായുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരും. അത് നമ്മൾ ആണവായുധങ്ങളെ അംഗീകരിക്കുന്നതുകൊണ്ടല്ല, ആണവായുധങ്ങളെ സ്വീകരിക്കുന്നതുകൊണ്ടല്ല. ആണവായുധങ്ങൾ എവിടെ ഉണ്ടാക്കിയാലും അത് മനുഷ്യനാശകാരിയാണ്. പക്ഷേ അമേരിക്കയുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉള്ള കാലത്തോളം അതിനെ പ്രതിരോധിക്കണമെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ആണവായുധങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഇറാനിലെ യഥാർത്ഥത്തിൽ എന്തില്ല, ആണവായുധങ്ങളില്ല. അഹമ്മദ് നജാദ് അവിടുത്തെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് വലിയ രീതിയിൽ വിവാദം നൽകുക, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിൽ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടിംഗ് വരെ വന്നതാണ്. UN രക്ഷാസമിതിയിൽ ഇറാൻ ആണവായുധങ്ങളുടെ വോട്ടിംഗ് വരെ വന്നതാണ്. അഹമ്മദ് നജാദിനെതിരായിട്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. അവിടെ ഹ്യൂമൻ ഡിസ്ട്രക്ഷനുള്ള ഈ അണുബോംബുകളുണ്ട്, ആറ്റം ബോംബുണ്ട്, അവിടുത്തെ ഭൂഗർഭ ആണവ നിലയങ്ങളൊക്കെ അതൊക്കെ ഉണ്ടെന്ന്. പക്ഷേ അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു ആണവായുധ നിർമ്മിതിക്കുള്ള സമ്പുഷ്ടീകരണം നടക്കുന്നില്ലെന്നാണ് വന്നത്. ഇതേ പ്രശ്നം തന്നെയാണ് ഇറാഖിൽ സദ്ദാം ഹുസൈനെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടത്. ബാഗ്ദാദിൽ ഈ ഭൂഗർഭ പടയറകളിൽ അവിടുത്തെ അണുനിലയങ്ങളിൽ ഈ ആണവായുധങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അന്താരാഷ്ട്ര ഏജൻസികൾ സദ്ദാം ഹുസൈൻ്റെ മരണത്തിന് ശേഷം സ്ഥിരീകരിച്ചല്ലോ അവിടെ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അമേരിക്കക്ക് ഇന്ന് തങ്ങളുടെ ലോകാധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് എന്ത്? അണുശക്തി. ഇനി ലോകത്തിൻ്റെ മേധാവി ഞങ്ങളാണെന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ഉൾക്കൊള്ളുന്ന അച്ചുതണ്ട് ശക്തികൾ പരാജയപ്പെട്ടതിന് ശേഷം ലോകത്തെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് രണ്ടാം ലോക യുദ്ധത്തിൽ പരാജയം സംബന്ധിച്ച് കീഴടങ്ങിയ രാജ്യമായിരുന്നു ജപ്പാൻ. ആ ജപ്പാൻ്റെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് അമേരിക്ക കൊണ്ടുപോയി ബോംബിട്ട്. എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ ആറ്റം ബോംബുള്ള ശക്തികളാണ്, ഞങ്ങൾക്ക് ഈ ലോകത്തെ എന്താണ് ഭരിക്കണം, ഈ ലോകത്തിൻ്റെ മേധാവിത്വം ബ്രിട്ടന് പകരം ഇനി മുതൽ ഞങ്ങളാണ്, അണുശക്തി ഉള്ള ഞങ്ങളാണ് ഇനി ലോകത്തിൻ്റെ അതിനായകർ, ലോകത്തിൻ്റെ മേധാവികൾ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ആറ്റം ബോംബ് കൊണ്ടിട്ടത്. അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? അണുസമ്പുഷ്ടീകരണത്തെ, യുറേനിയം സമ്പുഷ്ടീകരണത്തെ, ആയുധ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ അമേരിക്കക്ക് ഒരു ധാർമ്മിക അവകാശവുമില്ല. എന്ന് മാത്രമല്ല, അമേരിക്ക ഇന്ന് എന്താണ് ആണവായുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. യൂഗോസ്ലോവിയ നാറ്റോ സേന അവിടെ ഡിപ്ലീറ്റഡ് യുറേനിയം ഉപയോഗിച്ചായിട്ട് വിവരങ്ങൾ പുറത്തു വന്നില്ലേ? യൂഗോസ്ലോവിയ പിടിച്ചെടുക്കാൻ വേണ്ടി നാറ്റോ സേനയെ ആ രാജ്യത്തെ, യൂഗോസ്ലോവിയ എന്നുള്ള ബാൾക്കൻ മേഖലയിൽ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രം, മാർഷൽ ടിറ്റോവിൻ്റെ നാടാണ്. ആ രാജ്യത്തെ മതത്തിൻ്റെയും വംശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അനവധി ഖണ്ഡങ്ങളായി ഫ്രാഗ്മെൻറ്റൈസ് ചെയ്തത് അമേരിക്ക. അതിനു വേണ്ടിയിട്ട് അവിടെ നാറ്റോ സേനയെ തമ്പടിപ്പിച്ച് എന്താണ് അവിടുത്തെ പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ ഡിപ്ലീറ്റഡ് യുറേനിയം ബോംബ് ഉപയോഗിച്ചു. ഇറാഖിൽ അധിനിവേശം സ്ഥാപിച്ച അമേരിക്കൻ പട്ടാളക്കാർക്ക് ഗൾഫ് വാർ സിൻഡ്രോ എന്നും പിന്നീട് നാമകരണം ചെയ്യപ്പെട്ട ഈ ഡിപ്ലീറ്റഡ് യുറേനിയം ബോംബ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു പ്രത്യേകതരം ത്വക്ക് ക്യാൻസർ വൈദ്യശാസ്ത്രത്തിൻ്റെ മുമ്പ് തന്നെ ഒരു വെല്ലുവിളിയായി ഉയർന്നു വന്നില്ലേ? അപ്പോൾ 1945 മാത്രമല്ല, പിൽക്കാലത്തും എല്ലാ യുദ്ധങ്ങളിലും അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ട്? അണുവായുധങ്ങളും രാസായുധങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഏജൻറ്റ് ഓറഞ്ച് പോലുള്ള രാസായുധങ്ങൾ വിയറ്റ്നാമിലെ ജനങ്ങൾക്കെതിരായിട്ട് ഉപയോഗിച്ചില്ലേ? ഡമാസ്കസിൽ
സിറിയയിൽ ബാഷൽ അവിടുത്തെ ഭരണാധികാരിക്ക് ആ ഗവൺമെൻറ് അട്ടിമറിക്കാൻ വേണ്ടി അവിടെ ഫ്രീ സിറിയൻ സേന ഉണ്ടാക്കിയില്ലേ? ആ സേന ബാഷൽ ഗവൺമെൻറ്റിനെതിരായിട്ട്, അസദ് ഗവൺമെൻറ്റിനെതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമല്ലേ ഡമാസ്കസിലെ രാസായുധങ്ങൾ ഉപയോഗിച്ചത്. എന്നിട്ടത് അസദ് ഗവൺമെൻറ്റാണ് ചെയ്തത് എന്ന് പ്രചരണം നടത്തി. പക്ഷേ UN ഏജൻസി സ്വതന്ത്ര അന്വേഷണം നടത്തിയപ്പോൾ എന്താണ് അത് ഫ്രീ സിറിയൻ ആർമി അമേരിക്കയുടെ സഹായത്തോടുകൂടി ചെയ്തതാണെന്നാണ് പുറത്തു വന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ലോകത്ത് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതും മനുഷ്യരാശിക്ക് അങ്ങേയറ്റം നാശം വിതക്കുന്നതും മരണം വിതക്കുന്നതും അമേരിക്കയാണ്. എന്നിട്ടിങ്ങനെ കൊന്നു തിന്നുന്നവർ തന്നെ എന്താണ് ഭയങ്കര ശാന്തി പ്രസംഗവും സമാധാന പ്രസംഗവും ആണവമുക്ത ലോകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്താണ് ക്രൂരമായ ഫലിതമാണ്. ഈ കാലഘട്ടത്തിലെ വളരെ ക്രൂരമായ ഫലിതമായിട്ട് തന്നെ നമ്മൾ കാണണം. മറ്റൊന്ന്, ഇസ്രായേൽ യുദ്ധത്തിൻ്റെ സർവ്വവിധ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് സ്കൂളിലേക്കടക്കം നമുക്ക് ബോംബിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കൊന്നു കളഞ്ഞത്. ഇത്രത്തോളം ചെയ്തു കൂട്ടുമ്പോഴും ഇസ്രായേലിന് പിന്തുണ കുറയുന്നില്ല എന്നുള്ളൊരു സാധനം. ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നും മുമ്പുണ്ടായിരുന്ന പിന്തുണ അത്രത്തോളം കുറയുന്നില്ല എന്നുള്ളൊരു ആശങ്കാകരമായിട്ടുള്ള വസ്തുതയുണ്ട്. അതിനെങ്ങനെയായിരിക്കും നോക്കിക്കാണാൻ പറ്റുന്നത്? അല്ല, ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ ഭൂരിപക്ഷ രാജ്യങ്ങളും ഇസ്രയേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ദക്ഷിണാഫ്രിക്ക ഹെഗിലെ ഇൻ്റർനാഷണൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ ഗസയിലെ വംശഹത്യയുടെ പേരിൽ വിചാരണ ചെയ്യപ്പെടേണ്ട കുറ്റവാളിയായിട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ആളാണ്. അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ആളാണ് ആര്? മിസ്റ്റർ നെതന്യാഹു. അപ്പോൾ ലോകത്ത് ഇദ്ദേഹത്തിനെതിരായിട്ട് ഇസ്രായേലിൻ്റെ നടപടികൾക്കെതിരായിട്ട് വലിയ പ്രതിഷേധമുണ്ട്. പക്ഷേ ഇന്ന് ലോകരാജ്യങ്ങൾ ശക്തമായ രീതിയിൽ ഇസ്രായേലിനും US എതിരായി നിലപാടെടുത്ത് വരാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ 57ഓളം വരുന്ന ഗൾഫ് GCC രാജ്യങ്ങളിൽ വളരെ നാമമാത്രമായ രാജ്യങ്ങൾ മാത്രമാണ് ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ലെബനനിലെ ഹിസ്ബുള്ള അവരുടെ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. വലിയ പ്രതിഷേധങ്ങൾ ആ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നില്ല. അപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത് പഴയ രാജകുടുംബങ്ങളുടെ ഈ ശവകുടീരങ്ങളിൽ നിന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം ഉയർത്തിക്കൊണ്ടുവന്ന ഷെയ്ഖ്ഡങ്ങളാണ്, രാജവംശ പരമ്പരകളാണ്. അവർ അമേരിക്കൻ മൂലധനവുമായി ചേർന്ന് എണ്ണ സമ്പത്ത് വർദ്ധിപ്പിച്ചത്, പെട്രോൾ ഡോളറുകൾ കുന്നുകൂട്ടിയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ന് ഗൾഫും ലോകവും ഒക്കെ തന്നെ എന്താണ് ഒരു പെട്രോൾ ഡോളർ സമ്പദ്ഘടനയിൽ ബന്ധിപ്പിക്കപ്പെടുന്ന ഭരണാധികാരികളാണ് ഭരിക്കുന്നത്. ഈ പെട്രോൾ ഡോളറിൻ്റെ താല്പര്യങ്ങളാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇറാഖിൽ സദ്ദാം ഹുസൈനെതിരായിട്ട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ലിബിയയിൽ ഗദ്ദാഫി അതിനിഷ്ഠൂരമായി വധിക്കപ്പെട്ടപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് കാര്യമായ പ്രതിഷേധങ്ങൾ അറബ് ലോകത്തുനിന്നുണ്ടായിട്ടില്ല. പക്ഷേ അറബ് ഭരണാധികാരികൾ അങ്ങനെയായിരിക്കുമോ? അറബ് ജനത അങ്ങനെയല്ല. ഗസ ഉൾപ്പെടെയുള്ള പലസ്തീൻ ഉൾപ്പെടെയുള്ള ഇഷ്യൂസിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ അറബ് ലോകത്താകെ, വലിയ ഡെമോൺസ്ട്രേഷനുകൾ അറബ് ലോകത്താകെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നെതന്യാഹുവും മിസ്റ്റർ ട്രംപും കൈകോർത്ത് പിടിച്ച് ഇറാനെ ഇല്ലാതാക്കുമ്പോൾ മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ന്യൂയോർക്ക് നഗരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ട്രംപിനെയും നെതന്യാഹുവിനെയും ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യാ കുറ്റവാളികളായി യുദ്ധക്കൊതിയന്മാരായി കണ്ടുകൊണ്ട് അമേരിക്കൻ ജനതയോട് ആ പ്രതിഷേധ സമരങ്ങളിലേക്ക്, ആ പ്രതിഷേധ സമരമുഖത്തേക്ക് വരുന്ന അമേരിക്കൻ പൗരർ വിളിച്ചു പറയുന്നത് എന്താണ്? അമേരിക്കയിൽ ഇയാൾ ഭരണം ഒഴിയണമെന്നാണ്. അപ്പോൾ ലോകത്ത് പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗിക ഭരണകൂടങ്ങൾ ഇന്ത്യ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ചരിത്രപരമായി ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇപ്പോഴെന്താണ് ഈ യുദ്ധം തുടങ്ങുന്നത് തന്നെ മോഡി അവിടെ പോയി സന്ദർശനം കഴിഞ്ഞ് അതെ നെതന്യാഹുവിനെ വിശുദ്ധനാക്കി പ്രസംഗിച്ച് വന്ന് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഇറാനിലെ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിന് നേരെ ഇസ്രയേൽ ബോംബിടുന്നത്. അപ്പം ലോകത്ത് ചോംസ്കി നേരത്തെ നിരീക്ഷിച്ചതുപോലെ ലോകത്ത് അമേരിക്കക്കെതിരായിട്ട് രാഷ്ട്രങ്ങളാകെ ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യമില്ലെങ്കിലും ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ചേർന്നുകൊണ്ടുള്ള അതിശക്തമായ ഒരു പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ വിരുദ്ധ ചേരി ശക്തിപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ
പ്രധാനമായിട്ടും കാണേണ്ടത്. അതാണ് ലോകത്തിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നതും. ഈ പൊതുജനാഭിപ്രായം അതാത് രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ തെറ്റായ അമേരിക്കൻ ഇസ്രയേൽ അനുകൂല നിലപാടിനെതിരായിട്ട് അവിടുത്തെ ഭരണാധികാരികൾ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്ന ബഹുജന മൂവ്മെൻറ്റുകളായിട്ട്, ജനകീയ പ്രസ്ഥാനങ്ങളായിട്ട് മാറും എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഈ അടിക്ക് തിരിച്ചടി എന്നോണം ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ എയർ ബേസുകളെ അല്ലെങ്കിൽ മിലിറ്ററി ബേസുകളെല്ലാം തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ പിന്തുണയുണ്ടായിക്കൊണ്ടിരിക്കെ തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യാന്ന് പറയുന്നത് അമേരിക്കയ്ക്കും ഒരു തരത്തിൽ ക്ഷീണമല്ലേ? അതെ, അമേരിക്കൻ ബേസുകളെ ലക്ഷ്യം വെച്ച് അവർ യുദ്ധം ചെയ്യുന്നുള്ളത് നേരത്തെ അവർ പറഞ്ഞതാണ്. അറബ് രാജ്യങ്ങളിൽ ഇപ്പം ബഹ്റിനിലായാലും ഖത്തറായാലും ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ പ്രധാനപ്പെട്ട നാവിക വ്യോമ താവളങ്ങളുണ്ട്. അപ്പോൾ അത്തരം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. പക്ഷേ അത് മറ്റൊരു തരത്തിൽ അറബ് രാജ്യങ്ങളുടെ ഇറാൻ അനുകൂലമായി അനിവാര്യമായും ഉണ്ടാകേണ്ട ഒരു അനുഭാവത്തെ ഇല്ലാതാക്കുമോ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട്. അത് ഇറാൻ ഭരണാധികാരികൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഈ അറബ് രാജ്യങ്ങൾക്കെതിരായിട്ടല്ല, അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ സൈനിക താവളങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടത്. അതൊരു സൂചനയാണ് ഞങ്ങൾ നൽകുന്നത്. അപ്പം ചെങ്കടലിൽ ഈ അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. അതെല്ലാം തന്നെ അമേരിക്കയുടെ ടാങ്കറുകൾ. അതെ, അമേരിക്കയുടെ ലോക വാണിജ്യം. ഇപ്പം എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ പടക്കപ്പലിനെതിരെയാണ്. അത് ഇറാനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടതാണ്. അതിനെതിരായിട്ട് ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പം ഒരു യുദ്ധമുഖത്ത് ഒരു രാജ്യം വളഞ്ഞിട്ടതിനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുമ്പോൾ, മറ്റു രാജ്യങ്ങൾ നിശ്ശബ്ദത പാലിക്കുമ്പോൾ അവരുടെ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തുന്ന ആക്രമണങ്ങളെ അത് നയപരമായ ഒരു പാളിച്ചയായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ള പ്രശ്നമുണ്ട്. അവർക്ക് ഒരു സ്ട്രാറ്റജിക്കലായിട്ട് പറ്റുന്നൊരു പാളിച്ചയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇറാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ആക്രമണത്തെ ഇപ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. യുദ്ധം ഇതുവരെ നോക്കുമ്പോൾ ഏറ്റവും അധികം നഷ്ടം വന്നിട്ടുള്ള ഇറാൻ തന്നെയാണ്. കാരണം അവരുടെ പരമോന്നത നേതാവിൻ്റെ മരണം ഉണ്ടാവണം. അപ്പോൾ ഇനി എന്തായിരിക്കും ഖൊമൈനിയുടെ മരണത്തിന് ശേഷം എന്തായിരിക്കും ഇറാൻ്റെ ഭാവി? അല്ല, ഇറാൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഞങ്ങളിങ്ങനെ ഒരു യുദ്ധം തുടങ്ങുന്നത് നിങ്ങളായിരിക്കും, പക്ഷേ നിങ്ങളായിരിക്കില്ല അത് അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ഇറാൻ എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഇസ്ലാമികമായ ആദർശത്താൽ പ്രചോദിതമാകുന്ന, മരണം കൊണ്ടുപോലും നമ്മൾ സാമ്രാജ്യത്തെ പ്രതിരോധിക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസ ആദർശ ലോകം അവർക്കുണ്ട്. അവർക്ക് ഔദ്യോഗിക സൈന്യം മാത്രമല്ല, ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെതായ സേനകളുണ്ട്, പീപ്പിൾസ് മിലീഷ്യകളുണ്ട് അവർക്ക്. അതിനെയെല്ലാം ഇറക്കിക്കൊണ്ട് അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ജനങ്ങളുടെ ഒരു മരണത്തെ കീഴ്പ്പെടുത്തിയ ആത്മബോധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന പോരാട്ടങ്ങളെ ചരിത്രത്തിൽ എത്ര ആയുധവും ശക്തിയും സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും സാമ്രാജ്യത്വത്തിന് തോൽപ്പിക്കാൻ കഴിയില്ല, സാമ്രാജ്യത്വത്തിന് കീഴടക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല അനുഭവമാണ് വിയറ്റ്നാം യുദ്ധം. വിയറ്റ്നാം ഒരു കൊച്ചു രാജ്യം, വളരെ കിഴക്കനേഷ്യയിലെ ഏറ്റവും പിന്നോക്ക ദരിദ്ര രാജ്യമാണ്. കൃഷിപരന്മാരായിട്ടുള്ള ഈ ബുദ്ധമത വിശ്വാസികളൊക്കെ ആയിട്ടുള്ള വളരെ ദരിദ്രരായ ബുദ്ധമത വിശ്വാസികളാണ്, അക്രമത്തിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരാണെന്നാണ്. അങ്ങനെ ഒരു രാജ്യം ഏറ്റവും നൂതനമായ ആയുധങ്ങളും ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു സാമ്രാജ്യത്വം ആ രാജ്യത്തെ മുഴുവൻ കീഴടക്കാൻ വന്നപ്പോൾ അവരുടേതായ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഒരു ജനത അവരുടെ തദ്ദേശീയമായ ആയുധങ്ങൾ, മുളങ്കുന്നങ്ങൾ വരെ ഉപയോഗിച്ച് അവർ യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞു അമേരിക്കക്ക്, പക്ഷേ കീഴടക്കാൻ, പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് ചരിത്രത്തിൻ്റെ ഒരു വലിയ പാടാണ്. മരണത്തെ കീഴ്പ്പെടുത്തിയ ഒരു ആത്മബോധത്തോടു കൂടി ഒരു ജനത ഇറങ്ങിത്തിരിച്ചാൽ ആ ജനതയെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കൊന്നുകൂട്ടാൻ കഴിഞ്ഞേക്കും, പക്ഷെ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു പാടാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അമേരിക്കക്ക് ഈ പാഠം പഠിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ അവിടെ ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ് നടപ്പാക്കിയ ദേശാൽക്കരണ നടപടിയാണ്. ഈ ഇറാനെ കൊണ്ട് പറയുന്നത് പോലെ തന്നെ ഈ കാസ്പിയൻ തീരത്തെ ഏറ്റവും കൂടുതൽ ഫോസിൽ ഇന്ധന
നിക്ഷേപം, 10,000 കോടി ബാരൽ ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നു അവിടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗവൺമെൻറ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ലക്ഷ്യം വെച്ചിരിക്കുന്ന അമേരിക്കയിലെ എണ്ണ കമ്പനികൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇസ്ലാമിസ്റ്റുകളെ കൂട്ടുപിടിച്ച് കമ്മ്യൂണിസത്തിനായിട്ട് ഇസ്ലാമിസത്തെ ഒരു പ്രത്യയശാസ്ത്രം ഉയർത്തി ആധുനിക ജിഹാദിസം എന്ന് പറയുന്ന ഈ താലിബാനിസം വളർത്തിക്കൊണ്ടുവന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമൊക്കെ അവസാനിപ്പിച്ച് ജനാധിപത്യം കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ വന്നത് എന്താണ്, താലിബാൻ ഭരണമാണ്, അങ്ങേയറ്റ സ്ത്രീവിരുദ്ധമായ. അതാണ് നമ്മൾ കാണേണ്ടത്. ഇറാനിൽ സ്ത്രീവിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിലെ സ്വേച്ഛാധിപത്യ ഭരണത്തെ മാറ്റണമെന്ന് പറയുന്ന, പൗരോഹിത്യ ഭരണത്തെ മാറ്റണമെന്ന് പറയുന്നവർ താലിബാനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ മാറ്റി പെൺകുട്ടികൾ പള്ളിക്കൂടത്തിൽ പോകണം എന്ന് നിയമമുണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഡോക്ടർ നജീബുള്ള പൗരോഹിത്യത്താൽ ചോദ്യം ചെയ്യപ്പെട്ടത്. ഭൂപരിഷ്കരണം, കൃഷിക്കാർക്ക് ഭൂമി കൊടുക്കണം എന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കിയതുകൊണ്ടാണ് അയാൾ അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഭൂമി ദൈവം തന്നതാണ്, അത് ഇസ്ലാമിൻ്റെ വ്യവസ്ഥക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഈ മൊല്ലമാർ കലാപുണ്ടാക്കിയത്. ആ കലാപത്തിലൂടെ അവിടെ അധികാരത്തിലെത്തിച്ച ആരെയാണ്, ഈ താലിബാനിസ്റ്റുകളെയാണ്. എന്നിട്ട് ഇപ്പം എന്താണ്, അവിടെ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല. സ്ത്രീകൾ പഠിക്കേണ്ടെന്നാണ് പറയുന്നത്, പൊതു ഇടങ്ങളിൽ ഇടപെടേണ്ടെന്നാണ് പറയുന്നതുകൊണ്ട്. അപ്പം ഈ താലിബാനെ സൃഷ്ടിച്ചത് അമേരിക്കയല്ലേ, അവിടുത്തെ ഈ ഇസ്ലാമിക തീവ്രവാദികളെ സൃഷ്ടിച്ചത് അമേരിക്കയല്ലേ. എന്നിട്ട് അതേ അമേരിക്ക പോയിട്ട് ഇതാ ഇവിടെ ഇസ്ലാമിക പൗരോഹിത്യ ഭരണമാണ്, ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യവും അതിൻ്റെ ഒരു തട്ടിപ്പും ലോകത്തിലെ ജനാധിപത്യവാദികൾ മനസ്സിലാക്കേണ്ടതാണ്. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും നിലവിലെ ലോകരാഷ്ട്രക്രമത്തിൽ ഇത് ലോകത്തിൻ്റെ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ലോകത്തിൻ്റെ ഒരു സമ്പദ്ഘടനയിലും ജനജീവിതത്തിലും വലിയ രീതിയിലുള്ള ആഘാതം ഏൽപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം പോലുള്ളൊരു സമൂഹം വലിയ രീതിയിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ തൊഴിൽ മേഖലകളെ ആശ്രയിക്കുന്ന, അവിടുത്തെ വരുമാനം പ്രധാനമായിട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. ഇപ്പം യുദ്ധം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള എയർ സർവീസൊക്കെ നിർത്തി. നിങ്ങൾ കരിപ്പൂർ എയർപോർട്ടിൽ പോയാൽ മതി, എന്താ സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ. കരിപ്പൂർ എയർപോർട്ടിലെ തന്നെ ഈ ട്രോളി ഉന്തുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള തൊഴിലാളികൾ, ടാക്സിക്കാർ, അതിന് പുറത്ത് ചെറുകിട ചായക്കടകളൊക്കെ നടത്തുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ വരുന്ന ഒരു 10,000-2,000 ആളുകൾ എന്താണ് ഓരോ ദിവസവും ഈ എയർപോർട്ടിനെ ആശ്രയിച്ച്, അവിടുത്തെ യാത്രികരെ ആശ്രയിച്ച് വരുമാനമുണ്ടാക്കി ജീവിച്ചു പോകുന്നവരാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്താ സ്ഥിതി, ഒമാൻ എയർവേസ് മാത്രമാണ് സർവീസ് നടത്തുന്നത്. പണിയില്ല, വരുമാനമില്ല. പ്രത്യക്ഷമായി തന്നെ മലയാളി ജീവിതത്തെ അത് ബാധിച്ചിരിക്കുക. ഇനി ഈ പൂർണ്ണമായ അവസ്ഥ, അരക്ഷിതമായ അവസ്ഥ അവിടെ നിലനിൽക്കുകയാണെങ്കിൽ അവിടെ പണിക്ക് പോകാൻ പറ്റില്ല. അതെല്ലാം മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ലോകത്തിൻ്റെ എല്ലാ മേഖലയും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ വരുന്നത് ഈ ഹോർമോസ് കടലിടുക്ക് വഴിയാണ്. യുദ്ധം കൂടുതൽ കടുത്താൽ, സംഘർഷപൂർണ്ണമായാൽ ഇന്ത്യയിലേക്കുള്ള എണ്ണയുടെ വരവടുപ്പം, അപ്പോൾ നമ്മുടെ ഇന്ധന പ്രശ്നങ്ങൾ വരെ നമ്മൾ നേരിടും. ഇതിൻ്റെയൊക്കെ അനിവാര്യമായ ഫലം സ്കേഴ്സിറ്റി, ഇത് കിട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ വിഭവ ദാരിദ്ര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കും, ഇതിനെല്ലാം വലിയ വില കൂടും. അപ്പോൾ വിലക്കയറ്റം, പണപ്പെരുപ്പം, വരുമാനമില്ലായ്മ, ഇതെല്ലാം ചേർന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള ജനങ്ങളെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളിലേക്ക്, ജീവിതം തന്നെ അസാധ്യമാക്കുന്ന അവസ്ഥയിലേക്ക് ഈ യുദ്ധനീക്കങ്ങൾ എത്തിക്കും. അതുകൊണ്ട് ലോകം മുഴുവൻ ആവശ്യപ്പെടേണ്ടത് ഈ ആക്രമണം അവസാനിപ്പിക്കാനാണ്. ഏകപക്ഷീയമായ ഒരു രാജ്യത്തിനെതിരായിട്ട് ബോംബിങ് നടത്തുക, വ്യോമാക്രമണം നടത്തുക, അവിടുത്തെ കുഞ്ഞു കുട്ടികളെ സ്കൂളിൽ ബോംബിട്ട് കൊല്ലുക, ഈ നിർദ്ധയമായ അമേരിക്കയുടെ ഈ നീതിയെ, അമേരിക്കയുടെ ഈ അധിനിവേശത്തെ അതിശക്തമായി ലോകം എതിർക്കുകയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ബഹുജനാഭിപ്രായം എന്ന സമ്മർദ്ദം ലോക നേതാക്കൾക്ക് മുകളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. ഐക്യരാഷ്ട്രസഭയൊക്കെ ആ ദിശയിലുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഐക്യരാഷ്ട്രസഭയൊക്കെ ഇപ്പോൾ എന്താണ്, ഒരു കടലാസ്, ഒരു പേപ്പർ സംഘടന പോലെ ആയിട്ടുണ്ട്. അത് പറയുന്നതൊന്നും എന്താണ്, അതിലെ വിറ്റോ രാജ്യങ്ങളായിരിക്കുന്ന അമേരിക്കയൊന്നും കേൾക്കാൻ പോകുന്നില്ല. പക്ഷേ ലോകാഭിപ്രായങ്ങൾ ശക്തിപ്പെട്ടു വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് തീർച്ചയായിട്ടും അമേരിക്കക്കകത്തും ഇസ്രയേലിനകത്തും അതിശക്തമായ ജനകീയ വികാരങ്ങളുണ്ടാവും. ഈ ലോകത്തെ ഇങ്ങനെ ഒരു യുദ്ധഭീകരതയിലേക്ക് വലിച്ചിഴച്ച ഇസ്രയേലിനും അമേരിക്കക്കെതിരായിട്ട് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും.